സാർ, BJP നേതാവ് ഗോപാലകൃഷ്ണനോട് ശ്രീമതി ടീച്ചർ ക്ഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ക്ഷമ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കാണുന്നു. ഇതിനും പല മാനങ്ങളും കൊടുക്കാൻ പറ്റും, രാഷ്ട്രീയ മാനങ്ങളും കൊടുക്കാൻ പറ്റും. ഒന്നാമത് CPM പറഞ്ഞിരിക്കുന്നത്, CPMൻ്റെ നയരേഖയിൽ മധുര കോൺഗ്രസ് അത് അംഗീകരിക്കണം, പറഞ്ഞിരിക്കുന്നത് ഒരു ഫാഷിസ്റ്റ് കക്ഷിയല്ല BJP, ഒരു നിയോ ഫാസിസ്റ്റ് പോലും അല്ല, ക്ലാസിക്കൽ ഫാസിസം ഒന്നും പറയാനേ പറ്റില്ല, ആ രീതിയിലുള്ള പാർട്ടിയാണ്. അത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യപരമായിട്ട് ഭരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിയാണെന്നുള്ളൊരു ക്ലീൻ ചിറ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ് CPM മധുര കോൺഗ്രസിൻ്റെ നയരേഖയായിട്ട്. അത് മിക്കവാറും പിണറായി വിജയൻ്റെ ഒരു രേഖയായതുകൊണ്ടും നേർരേഖയായതുകൊണ്ടും മധുര കോൺഗ്രസിൽ അതേപടി തന്നെ അംഗീകരിക്കപ്പെടാനേ സാധ്യതയുള്ളൂ. കാരണം തിരുവായിക്ക് എതിർവ ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു പരിതോവസ്ഥയിൽ ഇപ്പോൾ BJPയുടെ പ്രമുഖനായിട്ടുള്ള വക്താവ്, ശക്തനായിട്ടുള്ള വക്താവ്, കാര്യങ്ങൾ സാധാരണ പഠിച്ചു പറയാറുള്ള വക്താവ് B. ഗോപാലകൃഷ്ണൻ, അദ്ദേഹം സ്വയം ഒരു അഡ്വക്കേറ്റാണ്, അറിയപ്പെടുന്ന ആളുമാണ്. അദ്ദേഹവും പിന്നെ PK ശ്രീമതി ടീച്ചർ തമ്മിൽ, ശ്രീമതി ടീച്ചറെല്ലാം അങ്ങനെ പഠിച്ചൊന്നും പറയുന്ന ആളൊന്നുമല്ല, ചില കൗശലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ടീച്ചറും തമ്മിൽ ഇപ്പോൾ ഒരു കോംപ്രമൈസ് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ ചമയ്ക്കാൻ വേണമെങ്കിൽ ഓപ്പണായിട്ടുള്ളൊരു ഫോറമാണത്, അങ്ങനെ ചമയ്ക്കാം. പക്ഷേ ഞാനിതിനെ കാണുന്നത് 2026 ബന്ധപ്പെട്ടല്ലേ, അതെ, ഇതൊരു ഗുഡ് വിൽ ആയിട്ട് മാത്രമാണ്. രാഷ്ട്രീയക്കാർ ഒരിക്കലും ശത്രുക്കളല്ല, എതിരാളികൾ മാത്രമാണ്. ചിലപ്പോൾ നാക്ക് പിഴച്ചു പോകും. പ്രത്യേകിച്ച് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇത് ചാനൽ ചർച്ചയില്ല. ചാനൽ ചർച്ചയിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവതാരകന്മാർ പരമാവധി ഇവരെ പ്രൊവോക്ക് ചെയ്യും. അപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയും. അത് എപ്പോഴും സത്യമായിരിക്കണം എന്നില്ല. മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ സത്യം ആകണമെന്നില്ല. കാരണം കയ്യടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഒരു പൊസിഷൻ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ശ്രദ്ധിക്കാതെ പറയുന്ന അശ്രദ്ധമായിട്ട് ചില കാര്യങ്ങൾ പറയും. അത് പക്ഷേ ലിബൽ സ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ അപകീർത്തി കേസിലേക്ക് നയിക്കാറുണ്ട്. PC ജോർജിനും അത് തന്നെയാണ് പറ്റിയത്. PC ജോർജിനും വ്യക്തമായിട്ട് അത് തന്നെയാണ് പറ്റിയത്. അദ്ദേഹം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. അപ്പോൾ ചാനലുകാരിങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ പിടിച്ച് ജയിലിലിടുന്ന ഒരു പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള ചർച്ചകൾ ചെയ്യാറുണ്ട്. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചാനലിലായാലും പത്രത്തിലായാലും ഒക്കെ രാഷ്ട്രീയക്കാരെ പക്വത കാണിക്കണം. രാഹുൽ ഗാന്ധിയെ പോലെ ആവരുത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരിക്കലും നമ്മളാവാൻ പാടില്ല. പക്വത വേണം. പ്രതിപക്ഷ നേതാവായിട്ടും ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിൻ്റെ പക്വത എന്ന് പറയുന്നൊരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു നല്ല മാതൃകയല്ല. സാർ ഭാവി പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. അതെ, പ്രധാനമന്ത്രി ആയാലും എന്താ, ഞാൻ ഇന്ത്യൻ പൗരൻ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോമൺ മാൻ. സുപ്രീം കോടതി എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സുപ്രീം കോടതി പോലും ഈ ഭരണഘടന എനിക്ക് വേണ്ടി, പാർലമെൻറ്റും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു പൗരനെയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്നത്. ആ പൗരനാണ് ഞാൻ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭരണഘടന അഭിസംബോധന ചെയ്ത അതിലൊരാൾ. എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യേക താല്പര്യങ്ങളോ ഇല്ലാത്ത ആൾ. എന്നെപ്പോലെയുള്ള 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണഘടനയും ഈ പാർലമെൻറ്റും എല്ലാം. അതിൻ്റെ അധികാരത്തിൽ, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, അതാണ് ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിൻ്റെ അധികാരത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അഹന്തയുടെ പേരിലല്ല, ആരെക്കുറിച്ചും ആരോപണം പറയാനും ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കെന്ത് തോന്നുന്നു എൻ്റെ നാടിൻ്റെ ഭരണത്തെക്കുറിച്ച്, അത് പറയാനുള്ള അവകാശം, അതാണ് എനിക്ക് ഭരണഘടന 19(1)A പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ അവകാശത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് പറയുന്നതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ നേരിടാനും ഒരു പേടിയും എനിക്കില്ല, ഒരു പേടിയും എനിക്കില്ല. വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. അത് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. ഭരണഘടനയുടെ തേങ്ങലും ആയിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെ ഉണ്ടായത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശ്രീമതി ടീച്ചർ ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള കോംപ്രമൈസ്, റാപ്പർ അങ്ങനെ ഉണ്ടാവണം രാഷ്ട്രീയത്തിൽ. ഇങ്ങനെ ശത്രുക്കളായിട്ട് കണ്ട അവനെ വകവരുത്താൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോൾ കുഴപ്പത്തിലാവുന്ന ജനങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നു പോകുന്നു. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ 100,000 ഉണ്ട്. ഇവരെല്ലാം കൂടെ ശ്രമിച്ചാലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുടെ നടുച്ചുഴിയിലാണെന്ന് ജനങ്ങൾ. നമ്മൾക്ക് ചുറ്റും ഈ അനുഭവപ്പെടുന്ന ഉഷ്ണമുണ്ടല്ലോ, അതിനേക്കാളുള്ള ഉഷ്ണമാണ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ നേരിടുന്ന പ്രശ്നങ്ങളിലായിട്ട്. നമ്മൾ പോയി നോക്കണം, വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അതുപോലെ ജില്ലാ ഭരണകേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ഒരാശ്വാസത്തിന് വേണ്ടി, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി തേടിയെത്തുന്ന ജനങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് സ്റ്റുഡിയോകളല്ല, നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളാണ്. അവിടെ ഇരിക്കുന്ന ഫയലുകളുമായിട്ടിരിക്കുന്ന ക്ലാർക്കുമാരാണ്. അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡുമാരാണ്, ഭരണാധികാരികളാണ്. അത് ശരിയായിട്ട് നടക്കുന്നില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ശരിയായിട്ട് നിർവഹിക്കപ്പെടാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അതങ്ങനെ അതേപടി തന്നെ അവശേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രീമതി ടീച്ചറും തമ്മിലുള്ള താൻപോരിമയുടെ പേരിലുള്ളൊരു പോരല്ല നമുക്ക് വേണ്ടത്.
അത് കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളുമല്ല നമുക്ക് വേണ്ടത്. അതൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ല ഭരണത്തിന് വേണ്ടി, സൽഭരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് വേണ്ടത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതൊക്കെ കുഴിവെട്ടി മൂടുക ഗദ്ഗതങ്ങൾ, കുതികൊള്ളുക ഭാവിയിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞതുപോലെയാണ് പോകേണ്ടത്. അതല്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിർത്തിയത് നന്നായി. എന്നാലും ന്യായങ്ങൾ പറയും. മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ രണ്ട് വശത്തും ധാരാളമായിട്ട് പറയാൻ കാണും. അത് പറഞ്ഞുകൊണ്ടിരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കർമ്മം ചെയ്യുക, കർമ്മയോഗികളായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇവരാണ് ശ്രീമതി ടീച്ചറും ഗോപാലകൃഷ്ണൻ ചെയ്യേണ്ടത്. BJP വിട്ടുപോയ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു CJP സഖ്യത്തിലേക്കുള്ള പോക്കെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വക്താവ് പോയതുകൊണ്ട് BJPക്ക് അല്ല ദോഷം ഉണ്ടായിട്ടുള്ളത്, സന്ദീപ് വാര്യർക്ക് തന്നെ. സന്ദീപ് വാര്യർ BJPയുടെ വക്താവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള വാക്കിന് ഒരു ശബ്ദമുണ്ടായിരുന്നു, മുഴക്കമുണ്ടായിരുന്നു, അർത്ഥവും ഉണ്ടായിരുന്നു, ഗാംഭീര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആളായത്, എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു കേസരി തന്നെ ആയിരുന്നു, വക്താക്കളിൽ കേസരി തന്നെ ആയിരുന്നു. പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഇടമുണ്ടായിരുന്നു, അതിനൊരു ഉള്ളടക്കവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, നഷ്ടപ്പെട്ട ഒരു കേസരി അല്ലെങ്കിൽ സിംഹം പോയി പൂച്ചയായതുപോലെ, പുലി എലിയായി മാറിയതുപോലൊക്കെയാണ് സന്ദീപ് വാര്യരുടെ ഒരു ഗതികേട്. കോൺഗ്രസ്സിൽ എന്ത് സ്പേസാണ് അദ്ദേഹത്തിന് കിട്ടുന്നതിന് പറയാൻ? എന്തെങ്കിലും ഒരു വക്താവായിട്ട് എവിടെയെങ്കിലും വന്ന് ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ എങ്കിലും ചെറിയ ചെറിയ കലങ്ങൾ ഉടയ്ക്കാനൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും പറ്റും. പൂച്ചയാണെങ്കിലും, പുലി പോയിട്ട് പൂച്ചയായെങ്കിലും ചെറിയ കലങ്ങൾ അദ്ദേഹം ഉടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കലം ഉടയ്ക്കാനൊരു ശ്രമം ഇപ്പോൾ നടത്തിയത്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് പകരം ഉള്ള ശക്തനായിട്ടുള്ള മറ്റൊരു സ്പോക്സ് പേഴ്സണായിട്ടുള്ള ഗോപാലകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞത് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ, ശ്രീമതി ടീച്ചറുമായിട്ടുള്ള ശ്രമത്തെ അദ്ദേഹം BJP CPMുമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ, ഒരു ധാരണയുടെ ഒരു ബഹിർസ്ഫുരണമായിട്ട് കാണുകയാണ്. വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന് പറയാൻ, ഒന്നും ഗതികേടാണ്. അദ്ദേഹം ഇരുന്ന പാർട്ടിയാണല്ലോ BJP. അങ്ങനെ ഒരു ബാന്ധവം ഈ തലത്തിലുണ്ടാവുന്നത് അദ്ദേഹം കരുതുന്നു. BJPക്ക് ഇപ്പോൾ CPMൻ്റെ സഹായമൊന്നും ഇല്ലെങ്കിൽ ഒരു ചുക്കുമില്ല. CPMന് അങ്ങനല്ല, പിണറായി വിജയന് പ്രത്യേകിച്ചും BJPയുടെ സഹായം ഉണ്ടെങ്കിലേ കരകയറാൻ പറ്റൂ ചില കേസുകളിൽ നിന്ന്. ഇതപ്പോൾ നോക്കൂ, കുഴൽപ്പണ കേസ് തീർപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ BJPക്ക് എന്താ ഇനി ബാക്കിയുള്ളത്? ഒന്നുമില്ല രക്ഷപ്പെടാൻ. അതേസമയം CMRL കേസ് ഇപ്പോഴും ബാക്കിയായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അതാണിപ്പോൾ ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയ്ക്ക് മീതെ തൂങ്ങുന്നത്, ഒരു ഭീഷണിയായിട്ട് കിടക്കുന്നത്. അവിഹിതമായിട്ടുള്ള പണമിടപാടുകൾ ഇവിടെയുണ്ട്. അതിന് യാതൊരു വിശദീകരണവും ഇതുവരെ കിട്ടിയിട്ടില്ല, പറയാൻ കഴിഞ്ഞിട്ടുമില്ല CPMന്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു CPMനെ അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നും തീർച്ചയായിട്ടും BJPക്കില്ല. തന്നെയല്ല, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിട്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത്. കടം കൊടുത്ത 50 വർഷത്തെ കാലയളവിൽ കടം കൊടുത്ത കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 700 കോടി രൂപ ഈ പിണറായി വിജയൻ്റെ കയ്യിലിരിക്കുന്ന എവിടെ നിന്ന് കൊണ്ടുവന്ന? CMRLകാർ കൊടുത്തതാണ്, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തതാണ്. അതൊന്നും പറയാതെ കേന്ദ്രം എന്തോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള കേസ് വാദിച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ BJP അല്ലാതെ ഇതൊക്കെ പറഞ്ഞാലും ശരി, BJP അതിൻ്റേതായിട്ടുള്ള സംഘടനാ ശക്തി കൊണ്ട് തന്നെ കേരളത്തിൽ ഇടം സ്ഥാപിക്കും, വോട്ട് ഷെയർ കൂട്ടും, MLAമാരും ഉണ്ടാവും കൂട്ടിന് BJPക്ക്. സന്ദീപ് വാര്യരൊന്നും ഒരു വാര്യരും അനിവാര്യരല്ല BJP. സന്ദീപ് വാര്യർ പോയതിന് പിന്നാലെ നിരന്തരം ഇതാണ്, അടുത്ത് BJPയും CPMും തമ്മിൽ സഖ്യത്തിലാണ്, അവർ ഒരുമിച്ച് മത്സരിക്കുന്നു, അവർ അന്തർധാര ശക്തമാണ് എന്ന രീതിയിലുള്ള. അതെ, എന്ത് സന്ദീപ് വാര്യർ വന്നാലും ഈ കോൺഗ്രസ് തൊട്ട് ജയിക്കാനും പോകുന്നില്ല. കാരണം അതിനകത്ത് തന്നെയുള്ള ഒരു അന്തർധാര അതിനകത്ത് തന്നെ ഉണ്ട്. അതിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അന്തർധാര, നിഹിതമായിട്ടൊരു ശക്തി ചിലപ്പോഴൊക്കെ മനുഷ്യരെ, അവരെ തന്നെ, നമ്മുടെയൊക്കെ ശരീരത്തിൽ തന്നെ ചില ഹോർമോണുകൾ പ്രവർത്തിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കും എന്ന് പറയുന്നത് പോലെ അതിന് മരുന്നൊക്കെ ഉണ്ട്, ചികിത്സയുണ്ട്. ആ ചികിത്സ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ പോക്കാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച ഒന്നാണ് കോൺഗ്രസ് പാർട്ടി. അല്ലെങ്കിൽ എല്ലാ സാഹചര്യവും അതിന് ജയിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മൂലം അതിനുള്ളത് ഹോർമോൺ ചികിത്സ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ ഹോർമോൺ ചികിത്സ വേണ്ടി വരും. ആ ഹോർമോൺ ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഏത് സന്ദീപ് വാര്യറിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാലും
ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. BJP കയറി വരിക തന്നെ തരും. ഇന്നല്ലെങ്കിൽ നാളെ BJP കേരളം ഭരിക്കുകയും ചെയ്യും, സംശയമൊന്നുമില്ല. ആ വഴിക്കാണ് ഇന്ത്യയിൽ മുഴുവനുള്ള ട്രെൻഡ്, ആ വഴിക്കാണ് പോകുന്നത്. വലതുപക്ഷത്തേക്കാണ് ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും ആ പ്രീണനത്തിൻ്റെ ഫലമായിട്ടുള്ള തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുകയും ചെയ്യും. അമിതമായ പ്രീണനം അതൊരു പരിധിയൊക്കെ വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചടിക്കും ജനങ്ങൾ, കാലം തിരിച്ചടിക്കും, ചരിത്രം തിരിച്ചടിക്കും. ലോകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീണനത്തിനെതിരെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗവൺമെൻറ്റുകൾ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഈ BJP ഗവൺമെൻറ് വന്നിട്ടുള്ളത്. കേരളത്തിലും അതായിരിക്കും. കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. താമസിച്ചായാലും ശരി കേരളത്തിൽ അത് വരിക തന്നെ ചെയ്യും, സംശയമില്ല. അതുകൊണ്ട് മനുഷ്യത്വപരമായി ചെയ്ത ഒരു കാര്യത്തിൽ പോലും രാഷ്ട്രീയം ദുരദൃഷ്ടമായിട്ട് കാണുന്ന സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളെ നോക്കി ഹായ് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ശരിയായ വഴിക്ക് രാഷ്ട്രീയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് പോകുമ്പോൾ, അത് ഗോപാലകൃഷ്ണനും അതുപോലെ ശ്രീമതി ടീച്ചറും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അത് ദേശീയ തലത്തിലുള്ള അന്തർധാരയാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ രഹസ്യമായിട്ട് പോരായിരുന്നു. പരസ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ടാണെന്നേ. നിങ്ങളെപ്പോലെ ഗോപ്യമായിട്ടും ഗൂഢമായിട്ടുമല്ല ചെയ്യുന്നത്, നിഗൂഢമായിട്ടുമല്ല ചെയ്യുന്നത്. അത് ഓവ് ചെയ്തുകൊണ്ട് തന്നെ, രഹസ്യധാരണകളല്ല. മനസ്സിലായോ? മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് കർണാടകത്തിലെ ഗവൺമെൻറ് അധികാരത്തിലേറിയല്ലോ. അതുപോലുള്ള കള്ളത്തരങ്ങളല്ല ഇവിടെ കാണിക്കുന്നത്. നേരിട്ടുള്ള കോടതിയിൽ പോയി കോടതിയാണ് തീർപ്പാക്കിയത്. അതിലെന്താ സുതാര്യതയില്ലായ്മ, അതാര്യത എന്താണെന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.